നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മറ്റന്നാളോടെ മഴയുടെ ശക്തി കുറയും. പസഫിക് സമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിലാണ് കേരളത്തിൽ മഴ ശക്തമായത്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, തൃശൂർ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി നൽകിയിരിക്കുന്നത്. കുന്നംകുളം പാറേമ്പാടത്ത് 2 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. പഴുന്നാന സ്വദേശി കറുപ്പം വീട്ടിൽ 43 വയസ്സുള്ള സലീമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് അമിത വേഗതയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ് എതിരെ വന്ന സ്വിഫ്റ്റ് കാറിനെ വെട്ടിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. തുടർന്ന് കാറിലിടിച്ച ബസ് മുന്നിലുണ്ടായിരുന്ന ഇക്കോ വാൻ, ഓട്ടോറിക്ഷ, ബൈക്ക് എന്നിവയിൽ തുടരെ ഇടിക്കുകയായിരുന്നു. പോർക്കുളം സ്വദേശിനി 17 വയസ്സുള്ള റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി 72 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. അമിത വേഗം വില്ലനാകുന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ 2 മാസത്തിനിടെ നഷ്ടമായത് 5 ജീവനുകൾ. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുമ്പോൾ ട്രാഫിക് നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കുറ്റമറ്റതാക്കണമെന്ന ആവശ്യം ശക്തമാണ്. തൃശൂർ കടവല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 2 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റുകൾ ഇന്നും പുനഃസ്ഥാപിക്കാത്തതാണ് പ്രധാന പരാതികളിലൊന്ന്. റോഡ് നവീകരണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ് മുന്നറിയിപ്പ് ബോർഡുകൾ, വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ, നിരീക്ഷണ ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ജൂൺ അവസാനത്തോടെ അക്കിക്കാവിൽ ലോറിയിടിച്ച് 24-കാരനായ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചു. പിന്നാലെ ജൂലൈ ആദ്യം കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി. ബസ് ഡ്രൈവർ എറണാകുളം കുമ്പളങ്ങി സ്വദേശി മരണപ്പെടുകയും യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജൂലൈ 15-ന് കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കും ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച അപകടത്തിൽ കല്ലുംപുറം സ്വദേശിയായ 37-കാരൻ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. ഈ അപകടങ്ങളുടെ വേദന മാറും മുമ്പാണ് വ്യാഴാഴ്ച പാറേമ്പാടത്ത് അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും ഇടിച്ചു തകർത്തത്. അപകടത്തിൽ 2 സ്ത്രീകൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 10 ദിവസം മുമ്പാണ് കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് 31 വയസ്സുള്ള യുവാവ് മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇതിനു പുറമെ സംസ്ഥാന പാതയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ പതിവായി സംഭവിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കേച്ചേരി, ചൂണ്ടൽ, അക്കിക്കാവ് കോളേജ്, പെരുമ്പിലാവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സിഗ്നൽ ലൈറ്റുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. സംസ്ഥാന പാതയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലൊന്നാണിത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ വഴിമധ്യേ ഉണ്ടാകുന്ന സമയനഷ്ടം നികത്താൻ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി യാത്രക്കാരും നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. ചില വാഹനങ്ങളിലെ സ്പീഡ് ഗവർണറുകളുടെ അപാകതയും അമിത വേഗത്തിന് വഴിയൊരുക്കുന്നുവെന്ന ആരോപണമുണ്ട്. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാന പാതയിൽ അമിത വേഗം നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും കർശന പരിശോധനകൾ ശക്തമാക്കണമെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് ആവശ്യം. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിൽ. തുരങ്കഭാഗത്ത് 2 ഇടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായി 2 മണ്ണിടിഞ്ഞത്. ഹൈവേ കൺട്രോൾ റൂമിലെ പട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ മമ്മിയൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണശ്രമം. മമ്മിയൂർ നവ്യനഗറിൽ വരലക്ഷ്മി ദുർഗപ്രസാദിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. രാവിലെ വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് മോഷണശ്രമം അറിഞ്ഞത്. പുറകിലെ ഗ്രിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറി നോക്കിയപ്പോഴാണ് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. ഉടൻ തന്നെ വിദേശത്തുള്ള വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാരുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.
മണലൂരിലെ കോൾ വികസന തുടർച്ചയ്ക്കായി 2.75 കോടി രൂപ അനുവദിച്ചു. മണലൂർ മണ്ഡലത്തിലെ കോൾ നിലങ്ങളിലെ വികസന പ്രോജക്റ്റുകൾക്കായി 2.75 കോടി രൂപ അനുവദിച്ചതായി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അറിയിച്ചു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ സേവിംഗ്സ് തുക ഉപയോഗിച്ചാണ് പുതിയ വികസന പദ്ധതികൾക്ക് അംഗീകാരം നേടിയെടുത്തത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA അറിയിച്ചു. അന്നകര കോൾപ്പടവിലെ ചെമ്മീൻചാൽ ബണ്ടുഫാം റോഡ്, മണൽപ്പുഴ കണ്ണോത്ത് കോൾപ്പടവ് ഫാം റോഡ്, പാലക്കഴ മണലൂർ താഴം പാടശേഖരങ്ങൾക്ക് സ്ലൂയിസ് നിർമ്മാണം, അന്തിക്കാട് പാടശേഖരത്തിൽ മണലൂർ മണ്ഡലത്തിലെ പ്രദേശത്ത് ബോക്സ് കൾവർട്ട്, VCB ബണ്ട് ബലപ്പെടുത്തൽ എന്നീ പ്രവൃത്തികൾക്കാണ് ഫണ്ട് അനുവദിച്ചത്. മണലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കോൾ പടവുകളുടെ വികസനത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ നിന്ന് 2.75 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓരോ പടവുകളിലെയും പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പദ്ധതികൾ തയ്യാറാക്കുവാൻ ബന്ധപ്പെട്ട കൃഷി ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കലാസ്വാദകരെ ആവേശത്തിലാഴ്ത്തുന്ന എടക്കളത്തൂർ നാടകോത്സവത്തിന് വീണ്ടും അരങ്ങുണരുന്നു. അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 16 മുതൽ 25 വരെ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ദിവസേന വൈകിട്ട് 7-നാണ് നാടകങ്ങൾ അരങ്ങേറുക. കോഴിക്കോട് സങ്കീർത്തനയുടെ ശ്വാസം, തിരുവനന്തപുരം സംസ്കൃതിയുടെ ഭൂട്ടാനി, കൊല്ലം എക്കോ തിയേറ്ററിന്റെ നിലാവു പറഞ്ഞത്, തിരുവനന്തപുരം മലയാളം നാടകവേദിയുടെ ഒരു സുന്ദര ദിവസം, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ, ചങ്ങനാശ്ശേരി അണിയറയുടെ തിര, തിരുവനന്തപുരം സൗപർണികയുടെ പടയോട്ടം, കോഴിക്കോട് രംഗഭാഷയുടെ ഒരുക്കം, പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ കൂട് എന്നീ നാടകങ്ങളാണ് ഇത്തവണ നാടകോത്സവത്തിൽ അരങ്ങേറുന്നത്. നാടകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ 2003-ലാണ് എടക്കളത്തൂർ നാടകോത്സവത്തിന് തുടക്കം കുറിച്ചത്. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ ജാനകിയമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. ഗായകൻ ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംഗീതജ്ഞ ചാക്യാർ മഠം ജലജ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല രക്ഷാധികാരി ഡോക്ടർ VC ബിനോജ് അധ്യക്ഷത വഹിച്ചു. സംഗീതാധ്യാപകൻ പ്രദീപ് കല്ലാറ്റ്, ബാലകൃഷ്ണൻ K ശ്രീധരൻ, ഗീത ബാബു, ഷീബ കുഞ്ഞുണ്ണി, പ്രമോജ് ബാലകൃഷ്ണൻ എന്നിവർ ജാനകിയമ്മയെ അനുസ്മരിച്ചു. റെസ്ലിംഗ് മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ GHSS എരുമപ്പെട്ടിയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഹാർദവ് NSനെ ചടങ്ങിൽ അനുമോദിച്ചു. ജാനകിയമ്മ അനശ്വരമാക്കിയ ഗാനങ്ങളുടെ ആലാപനമുണ്ടായി. വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ, സനീഷ് KC തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,740 രൂപ, പവന് 1,09,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവ് അമ്പലത്തിന് സമീപം താഴത്തേപ്പുരയ്ക്കൽ ജാനകി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ ശങ്കരൻ ഭർത്താവും പുഷ്പാങ്കദൻ, പരേതനായ സുനിൽകുമാർ, സിന്ധു, സുരേന്ദ്രബാബു എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് സ്രാമ്പിക്കൽ രജീഷിന്റെ ഭാര്യ രമ്യ നിര്യാതയായി. 36 വയസ്സായിരുന്നു. സംസ്കാരം 2 മണിക്ക് കുന്നംകുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. ആദിത്യൻ, ആര്യൻ എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.